നല്ല തിരക്ക് പിടിച്ചൊരു ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഒന്ന് രണ്ട് റെസിപ്പീസും കൂടെ കാണിച്ചിട്ടുണ്ട്. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അപ്പോൾ താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. രാവിലെ സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടേ. അപ്പോൾ അങ്ങ് ദൂരെ മഞ്ഞൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ തണുപ്പൊന്നും വലുതായിട്ടൊന്നുമില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ തണുപ്പ് കാണും, ചില ദിവസങ്ങളിൽ തണുപ്പ് കാണത്തില്ല. എന്നാലും കുറേ അങ്ങ് അറ്റത്തോട്ട് ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞിങ്ങനെ പുക പോലെ കാണുന്നുണ്ട്. സൂര്യൻ ഇങ്ങനെ ചിരിച്ചും ചിരിക്കാതെയൊക്കെ നിൽക്കുവാണ്. വേണോ വേണ്ടേ, ഉണരണോ ഉണരണ്ടേ എന്നൊക്കെ മട്ടിൽ. അപ്പോൾ മാവ് ഇങ്ങനെ ചെറുതായിട്ട് പൂത്ത് വരുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഈ മാവ് പൂക്കുന്ന കൊമ്പുകളങ്ങ് ഉണങ്ങിപ്പോവാണ് കേട്ടോ. അതെന്താ കാര്യമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണേ. ഇതുവരെ ഞങ്ങൾക്കൊരു 3 മാങ്ങയോ 4 മാങ്ങയോ കിട്ടിയിട്ടുള്ളൂ. വർഷങ്ങൾ കുറേ ആയി കേട്ടോ കൊണ്ട് നട്ടിട്ട്. ഈ ഒരു ഇടവഴിയിലാണ് കേട്ടോ നമ്മുടെ വീടെന്ന് പറയുന്നത്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട്. ആ ഇടവഴി അങ്ങ് ചെന്ന് അവസാനിക്കുവാണ്. അവിടെ പിന്നെ വേറെ ഒരു 2 3 വീടുകളുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് നല്ല പണിയുണ്ടെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കുരുമുളക് ഉണക്കാനിടുന്നുണ്ട്. ഹസ്ബൻഡ് എൻ്റെ കൂടെ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മഞ്ഞളിൻ്റെ പണിയുണ്ട്. അപ്പം ഇത്തവണ ഞങ്ങൾക്ക് കുരുമുളക് കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് കൊടി നട്ടിരുന്ന ഒരു കവുങ്ങുണ്ടല്ലോ, അതങ്ങ് ഉണങ്ങി ദ്രവിച്ചങ്ങ് വീണു പോയി. രാവിലെ എന്തായാലും ഉഷാറായിട്ട് എറുമ്പുകളൊക്കെ അവരവരുടെ പണികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ താഴേക്ക് വന്നു, ജനലൊക്കെ തുറന്നിടണം കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വന്ന പാടെ എല്ലാ ജനലുകളും തുറന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആകെപ്പാടെ ശ്വാസം മുട്ടൽ പോലെ. പിന്നെ ദേ നമ്മുടെ പൂച്ച സാറിനെയും കൂടെ തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. അവനങ്ങ് എടുത്ത് ചാടി അങ്ങ്, അവനാണോ അവളാണോ എന്നറിയത്തില്ല, എന്തായാലും ശരി, എടുത്ത് ചാടി അങ്ങ് ഓടുവാണ്. പിന്നെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട പുഴുങ്ങാനിട്ടു, ചായയൊക്കെ ഉണ്ടാക്കി വെച്ചു. ഈ കാണിക്കുന്ന മഞ്ഞളൊക്കെ നമ്മൾ വിത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത്തവണ മഞ്ഞളും കുറവായിരുന്നു. അപ്പോൾ നമുക്ക് വിത്തിനും കൂടി വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വാങ്ങിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനിപ്പം മുട്ടക്കറി വെക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. മുട്ട റോസ്റ്റാണ്. അപ്പം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ പൊട്ടിച്ച് വന്നപ്പോഴത്തേക്കും ഒരു ഇടത്തരം വലിപ്പമുള്ള ഒരു 4-5 സവോള എടുത്തിട്ടുണ്ടായിരുന്നു. അത് നേരിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് വഴറ്റുമ്പം നന്നായിട്ട് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് വഴണ്ട് കിട്ടും. ഇത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹസ്ബൻഡ് അപ്പോഴത്തേക്കും കുട്ടുവത്തിനകത്ത് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് പോയി അടുപ്പൊക്കെ അങ്ങ് കത്തിച്ചേ. നമ്മളിതേപോലെ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ, കുട്ടുവത്തിലാണ് നമ്മൾ മഞ്ഞളൊക്കെ പുഴുങ്ങുന്നത്. ഈ ഒരു സമയം നേരം വെളുത്ത് വരുന്ന സമയം കുഴപ്പമില്ല, ഇച്ചിരി കഴിയുമ്പോൾ നല്ല വെയിലാവേ. കുറച്ച് കഴിഞ്ഞ് എന്നെ ഹസ്ബൻഡ് വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, പാവം സോഫയിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങുവാണേ. അങ്ങനെ രാവിലെ അപ്പത്തിനുള്ള മാവൊക്കെ എടുത്ത് വെച്ചു. അതിനകത്ത് ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും കൂടി എടുത്തിട്ട് തേങ്ങ വെള്ളത്തിലാണ് കേട്ടോ ഞാനിതേപോലെ കലക്കി ഒഴിക്കുന്നത്. ഇനി നന്നായിട്ട് കലക്കിയതിന് ശേഷം ഒരു 10-20 മിനിറ്റ് അങ്ങ് മാറ്റി വെച്ചേക്കും, മാവൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട്. ഇത് ഇന്നലെ വൈകുന്നേരം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിൻ്റെ മാവ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പത്തിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മുട്ടക്കറിയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ചുമന്ന് കിട്ടണമെന്നൊന്നുമില്ല, പക്ഷെ കുറച്ച് ചുമപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആ കറിക്ക് നല്ല കറുത്ത കളറ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ കളറിനും കൊഴുപ്പ് കിട്ടാനും വേണ്ടിയിട്ട് 1/4 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം. നേരത്തെ പറയാൻ വിട്ടുപോയി, ഉള്ളി നമ്മൾ ഇട്ടപ്പോഴത്തേക്കും അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണിലും കുറച്ചുകൂടി കൂടുതൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളുടെയൊക്കെ കുത്തലും ആ ഒരു പച്ച മണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം.
ഇപ്പം തീ നമുക്ക് സിമ്മിലിട്ടിരുന്നാലും മതി. ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഉണ്ടല്ലോ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് ഞാനിത് ഒത്തിരി ലൂസാക്കി എടുക്കുന്നില്ല. ഇന്നത്തെ കറി ഒരു കുഴമ്പ് പരുവത്തിലാണ് കേട്ടോ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ വെള്ള ചട്നിയും കൂടെ വേണമെന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പം 4 മുട്ട പുഴുങ്ങിയത് ഇതിലേക്ക് അങ്ങ് ഇട്ടിട്ടുണ്ട്. വരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, വെറുതെ അങ്ങ് ഇട്ടതേ ഉള്ളൂ. ഇനി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ഇങ്ങനെ മസാലയൊക്കെ പിടിക്കും. അപ്പോൾ ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡ് KSRTC കണ്ടക്ടറാണ്. അപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പം മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പുറത്ത് ഹോട്ടലിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പം അവിടെ ചെല്ലുമ്പം ഇഡ്ഡലിയാണ് മിക്കവാറും കഴിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് സാമ്പാറും ചമ്മന്തി എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിവിടെ കടലക്കറിയോ സാമ്പാറോ അല്ലെങ്കിൽ മുട്ട റോസ്റ്റോ ഒക്കെ വെക്കുമ്പം കുറച്ച് ചട്നിയും കൂടെ ഉണ്ടാക്കാൻ പറയേ. അങ്ങനത്തെ ഞാൻ കുറച്ച് വെള്ളച്ചമ്മന്തിയും കൂടെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ പുളി അരയ്ക്കത്തില്ല, ഉള്ളിയും പച്ചമുളകും തേങ്ങയും മാത്രമേ അരയ്ക്കുകയുള്ളൂ. അങ്ങനത്തെ അപ്പമൊക്കെ ചുട്ടെടുക്കുകയാണ്. അപ്പം അപ്പം ചുടുന്നതിൻ്റെ വീഡിയോ ഒക്കെ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലുതായിട്ടൊന്നും എടുക്കാൻ പോയില്ല. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പത്തിൻ്റെ മാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട്. അധികം താമസിക്കാതെ തന്നെ ആ ഒരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാമേ. അങ്ങനത്തെ നമ്മളിത് അപ്പം നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ചിലർക്കൊക്കെ ചുറ്റുപാടും നന്നായിട്ട് മൊരിഞ്ഞ അപ്പമായിരിക്കും ഇഷ്ടം, ചിലർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വെളുത്തിരിക്കണം, അതാണ്. അപ്പോൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, രാവിലെ ഒരു 8 പൊറോട്ടയും കൂടെ മേടിച്ചുകൊണ്ട് വന്നേക്കുക. മുട്ടക്കറി കണ്ടിട്ട് പൊറോട്ട കഴിക്കാൻ കൊതിയായെന്നും പറഞ്ഞിട്ട് നല്ല ചൂട് പൊറോട്ട മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. പിന്നെ അപ്പവും മുട്ടക്കറിയും പൊറോട്ടയൊക്കെ ചമ്മന്തിയൊക്കെ ആയിട്ട് എല്ലാവരും അത് തന്നെ ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഏകദേശം കഴിയാറായി. പിന്നെ ഇനി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചോറിന് വെള്ളം വയ്ക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ. ഇന്നിപ്പം ഉച്ചക്കലത്തേക്ക് കണ്ണൻ കൊഴിയാളെന്ന് പറയത്തില്ലേ, കണ്ണനേലി എന്നൊക്കെ പറയും, അതും പിന്നെ കുറച്ച് പൊടിമത്തിയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ പൊടിമത്തി എന്തായാലും പീര വയ്ക്കാനും പിന്നെ മറ്റേത് ചാറുകറി വയ്ക്കാനുമാണ്. 3 കഷ്ണം ഞാൻ അപ്പോഴത്തേക്കും പെരട്ടി മാറ്റി വെച്ചു, നാളെ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു പീര വയ്ക്കാൻ വേണ്ടിയിട്ട് കാന്താരിയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. കുറേയേറെ ചുവന്നുള്ളി വേണം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടി മിക്സിയുടെ ജാറിലിട്ട് തരിതരിപ്പായിട്ട് അരച്ചിട്ട് ആ മിക്സി കഴുകിയ വെള്ളം തന്നെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 ചോള കുടംപുളിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് സെറ്റാക്കി എടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഈ പൊടിമത്തിക്ക് വലിയ വേഗമൊന്നുമില്ല. ഇത് നമുക്ക് ഇലിമ്പിപ്പുളിയൊക്കെ ഇട്ട് പച്ചയ്ക്ക് നല്ല വറ്റിച്ച് വെക്കാനും നല്ലതാണ് കേട്ടോ. ഏറ്റവും ടേസ്റ്റ് ഇങ്ങനെ വെക്കുന്നതിനാണ്, ഈ പീര വെക്കുന്നതിനാണ്. പിന്നെ അല്ലെങ്കിൽ പുളിമുളക് വെക്കാനും അല്ലെങ്കിൽ വറുത്തരച്ച് വെക്കാനും ഒക്കെ നല്ലതാണ്. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് തട്ടിപ്പൊത്തി അങ്ങ് വെച്ചാൽ മതി. നമ്മളിങ്ങനെ വിടർത്തിയിടരുത്. ഇതേപോലെ തോരനോ അങ്ങനത്തെ ഒക്കെ വെക്കുമ്പം ഒന്ന് അമർത്തി അങ്ങ് വെച്ച് കൊടുക്കണേ. ആ ചൂടിനകത്തും കൂടി ഇരുന്ന് നന്നായിട്ട് ഇങ്ങനെ വെന്ത് വരും. അടുത്ത ദിവസം ചോറ് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മീനൊക്കെ മേടിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ എന്തായാലും വറുത്തതോ അല്ലെങ്കിൽ കറി വെച്ചതോ വറ്റിച്ചതൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇനി ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഞാൻ ഇതേപോലെ തട്ടിപ്പൊത്തി അങ്ങ് മാറ്റി വെക്കുകയാണ്. നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായി. പിന്നെയുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കൊഴിയാള ചാറുകറിയും വെച്ചു, പിന്നെ ഒരു കായ എടുത്ത് തോരനും വെച്ചു, മോരും കാച്ചിയേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.